മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നന്നായി ഉറങ്ങിയോ? എവിടുന്ന്, ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് 5 മണിയെ ഉറങ്ങിയപ്പോ. അവയൊക്കെ എപ്പോഴേക്കും ആവും. ചായടൽ പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ അതിഥിക്ക് ആതിഥേയന അവന് ഒരു ചാൻസ് തരൂ. തരാലോ. പണി ചെയ്യാൻ വലിയ ഇഷ്ടം തോന്നുന്നു. എന്തെങ്കിലും പണി ചെയ്യാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. അത് നന്നായി. പറഞ്ഞോളൂ, ഈ പ്ലേറ്റ് കഴുകണോ? അയ്യേ, അതൊന്നും വേണ്ട. എല്ലാ വീട്ടിലും പോയി ചെയ്യുന്ന കാര്യം ഞാനിത്. ഒരു പ്രശ്നമില്ല. ഹേ, അതൊന്നും വേണ്ട. വേണം 2 ചായ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഞാൻ അവീണിച്ച നോക്കട്ടെ. ഓക്കെ. മച്ചു, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ മറക്കണ്ട. സെപ്റ്റംബറിൽ നമ്മൾ പോകുന്നു. പിന്നെ പേരാരും അറിയണ്ട. ഓക്കെ, ഡീൽ. യെസ്. നീ നേരത്തെ എഴുന്നേറ്റോ? അപ്പൊ ഞങ്ങള് ടാറ്റ. അതെന്താ, ഞാൻ ഒരാളെ ചായ ഉണ്ടാക്കാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ തരാന്ന് വെച്ച് നിൽക്കായിരുന്നു. അപ്പോഴേക്കും മുങ്ങാല്ലേ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഓർഡർ ചെയ്യണം? വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ആക്ച്വലി ഉമ്മാരൊക്കെ എഴുന്നേക്കുമ്പോ ഉച്ചയോ. അപ്പൊ ലഞ്ചിന്റെ കാര്യം നോക്കിയാൽ മതി. ആണോ? അപ്പൊ അവ എഴുന്നേക്കുമ്പോ പറയും. അപ്പൊ ശരി. എനിക്ക് ലേറ്റ് ആയി കിടന്നോണ്ട് തലയ്ക്ക് നല്ല മന്നിപ്പ്. പഠിച്ചോനെ, ഇന്ന് എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാവും. ഇല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആവില്ല. ബൈ ബൈ. കഴിക്കണേ. കഴിക്കാം. അവരാണിട്ടില്ല. നിങ്ങൾ എഴുന്നേറ്റാ? ചായ കുടിക്കോ? കട്ടൻ ചായ ഉണ്ടാക്കി തീർന്നു. അർണോൾഡ് കട്ടൻ ചായ, പാൽ ചായ? അല്ല, ഞാൻ ഇറങ്ങുവാണ്. വേണ്ട, കഴിച്ചിട്ട് പോയാ മതി. ബ്രെഡ് ഓംലെറ്റ് കഴിക്കില്ലേ? കഴിക്കാലോ. ആന്നായിരിക്കും. ചേട്ടാ, ഞാൻ ഉണ്ടായിക്കോളാം. ഓംലെറ്റ് കഴിച്ചു നോക്കിട്ട് പറയാം. ഓക്കെ. എനിക്ക് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. എന്നെ കണ്ട ആണാണോ പെണ്ണാണോ എന്ന് സംശയിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. വേഷം കോലം പിടിക്കാത്തവരും ഉണ്ട്. പിന്നെ പറയണേ ഈ മുറി ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഞാൻ സാറിന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാലേ, ഇതൊക്കെ ആണെങ്കിലും ആവശ്യം വന്നാ മുണ്ട് മടക്കി കുത്താനും അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാനും അത് കഴിപ്പിക്കാനും, കഴിച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കാനും എനിക്കറിയാം. ഒരു കാര്യം ചെയ്യട്ടെ, സാർ ഇപ്പോഴും സിംഗിൾ ആണോ? ലക്ഷ്മി, ഞാൻ ഇഷ്ടായോ? എന്ത്? ഓംലെറ്റ് ഇഷ്ടായി. സാർ എപ്പോഴും പേടിക്കുമ്പോ പണ്ടത്തെ പോലെ തന്നെ. ഇതൊരു വിനോദാണല്ലേ? ആക്ച്വലി ഞാൻ ഇതല്ല തരാൻ വിചാരിച്ചത്. ഇതിനേക്കാളും ഡോസ് കൂട്ടിട്ടാ. എന്തിട്ടാന്നാ? വെറുതെ എന്തിനാ ഡിയോജോട് ഇക്കാര്യൊക്കെ പറയാൻ പോയത്? ഓ, അതെനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ലല്ലോ. ഈ കാര്യം പറഞ്ഞവനെ ഒരു ദിവസം എന്നിട്ട് വട്ടം കറക്കിയ. സോറി. അങ്ങനെയാണെങ്കിലേ അവന് വട്ടം കറക്കാനുള്ള ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. എന്ത്? നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കോളേജിലെ അവനൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. എന്ത്? എന്താണ്? 9 മണിയാ? അയ്യോ, എന്റെ മീറ്റിംഗ്. ഇവിടെ ഞാനിന്ന്
മീനാക്ഷി, എന്താ? ഇന്നലെ നേരത്തെ കിടക്കാൻ പോകുന്നതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിന്റെ അടുത്ത്? ആ പാത്രം മുഴുവൻ കഴുകി വെക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഞാൻ സിംഗിൾ കണ്ടേ? ഞാനേ ഇപ്പൊ കഴുകി വെച്ചത്. അതല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? പറഞ്ഞിരുന്നോ? മീനു 7:30 എന്നെ വിളിക്കണേ, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. അത് ധൈര്യമായിട്ട് കിടന്നുറങ്ങിയപ്പോ ഞാൻ 7:30 വിളിച്ചിരിക്കും. രാവിലെ വിളിക്കാൻ പറഞ്ഞിട്ടല്ലേ? രാവിലെ അപ്പം ചുട്ട് കളിക്കുന്നതിനെ പറ്റി ഒരു അടി തന്നെയുണ്ടല്ലോ. ഞാൻ രാവിലെ 7 മണി തൊട്ട് അവിന്ന് വിളിച്ചോണ്ടിരിക്കാണ്. ഞാൻ രാവിലെ വിളിച്ചു നീ എഴുന്നേക്കാണ്ട് ഞാൻ ലക്കിനെ വിട്ട് തന്നെ വിളിച്ചു. പിന്നെ രാവിലെ 10 പ്രാവശ്യമെങ്കിലും ഞാനും ഇവള് മാറി മാറി കുലുക്കി തന്നെ വിളിക്കായിരുന്നു. എന്തോ ഇത് നിങ്ങൾ എന്തിനാ 7 മണിക്ക് വിളിച്ച് ഞാൻ 8 മണിക്ക് വിളിക്കാനല്ല പറഞ്ഞു? കണ്ട ലക്കി, നല്ലൊരു ദിവസമല്ലേ, 1 മണിക്കൂർ മുന്നെങ്കിലും നേരത്തെ വിളിപ്പിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിപ്പിച്ച് ഓഫീസിലുള്ളതെന്ന് വിചാരിച്ചപ്പോ ഞാനിപ്പോ ആരായി? എനിക്ക് എന്തോ സംശയമുണ്ട്. ഞാനങ്ങനെ ബോധമില്ലാണ്ട് ഉറങ്ങുന്ന ആളൊന്നുമല്ല. എന്നവിടെ കാണട്ടെ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എവിടെ? പിന്നെ എത്ര വിളിച്ചിട്ട് എഴുന്നേക്കാണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് അർണോളിന് കൊടുത്തു. ആർക്ക്? നല്ല ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. നോക്ക്, അർണോൾഡ് കഴിച്ചത് അതിന്റെ വക്ക് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. അർണോൾഡിന് വക്ക് ഇഷ്ടല്ല, തൊണ്ടേ കുടുങ്ങുത്ര. എന്തായാലും 9 മണി ആയിട്ടുള്ളൂ. നീ വേഗം പോയി കുളിച്ചിട്ടാ, ഞാൻ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തരാം. എനിക്കൊന്നും വേണ്ട. വിശ്വസിക്കുന്നുണ്ട്. എടി ഭയങ്കര, നീ കക്കാനും നിക്കാനൊക്കെ പഠിച്ചൂലേ? ഞാനോ? ഞാൻ പാവം, എന്താ കുട്ടി പറയണേ? മക്കളെ ഇത്രയും കാലം പുറകിൽ ചട്ടിയിലിരിക്കേണ്ടി വന്നു അറിയാം. നാളെ പണിയെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയത് നമുക്കൊരു ഉഷാറാക്കാം. ഇത് ഞാനാ. എന്താണോ വെച്ച് മാങ്ങയൊക്കെ വെച്ചെറിയുന്നത്? ഒരു കൊതി മാങ്ങ വെച്ചെറിയാനാ? അതല്ല, കൊറേ കാലായി മാവില് കയറി ഒരു മാങ്ങയൊക്കെ പറിച്ചു നിന്നിട്ട്. ആണല്ലേ? ഈ മാവപ്പളം ഇവിടെ തന്നെ ഉണ്ടാവും. കൊതി വന്നുമ്പോ വന്ന് കയറിക്കോ, ഗേറ്റ് പൂട്ടാറില്ല. പിന്നെ രാത്രി ഒന്നും വന്ന് കയറരുത്. വല്ല കള്ളനാണെന്ന് കയറി ചിലപ്പോൾ മച്ചുവിനെ നമ്മൾ തന്നെ തല്ലിക്കൊല്ലും. പിന്നെ ഇവിടെ കുഴിച്ചിടാൻ പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനൊന്നുമില്ല. വല്ല വാഴയുടെ അടിയിലൊക്കെ വെട്ടിക്കൂട്ടേണ്ടി വരും. DAക്ക് ഭയങ്കര കോമഡിയാണല്ല. മച്ചത് ഇങ്ങോട്ട് നോക്കിയ കുഴി എടുത്താ? കൊള്ളാലോ. കുഴി കുഴി ആരാ? നട്ടില്ലേ? കുഴിലേക്ക് വെക്കേ, കുഴിലേക്ക്. ഞാൻ ഇതിനകത്ത് കയറിയിരിക്കാം. എന്നെ ഒന്ന് മൂടിത്തരും. പിന്നെന്താ? മൂടിത്തരും. മീനു, ഇതുകൂടെ വെച്ചിട്ടാ അവി കുളിക്കാൻ കയറിയത്. അവനെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് ഞാൻ തേച്ചു. എന്റെ ചേട്ടനിവിടുത്തെ പണി മൊത്തം ചെയ്താലുണ്ടല്ലോ, ഇവന്മാര് ചേട്ടനിവിടെ പിടിച്ചു നിർത്തും. ഇവിടത്തെ ടീംസിന് ചേട്ടൻ അറിയില്ലട്ടാ. അത് സാരില്ല. ഇതൊക്കെ അവി ചെയ്യേണ്ടതാ ചേട്ടാ. ചേട്ടനല്ല വട്ടുണ്ടാ. എന്തായാലും ഇവിടെ വെച്ചോ. ശരി. ഞാൻ ഇവിടെ തേക്കാൻ വെച്ചിരുന്ന ഡ്രസ് അവിടെ. മീനു, താങ്ക് യു. ഡ്രസ് എനിക്കറിയാം നീ രാവിലെ വിളിച്ചിട്ടുണ്ടാവുന്നു. ചില സമയത്ത് ഞാൻ ഉറങ്ങി ഇങ്ങനെയാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പോയിട്ട് വരട്ടെ. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? ഞാൻ ആലോചിച്ചിട്ട് വിളിച്ചു. മച്ചു, ഒരു മീറ്റിംഗ് ഉണ്ട്, കൂടി ഒന്ന് 1 മണിക്കൂർ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. മച്ചു പോരുത്തിട്ടാ. ഇന്നലത്തെ ഗെയിമിന്റെ ബാക്കിയുള്ളതാണ്, മറക്കണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം പോലെയാണ്. നോർമൽ ആഡ്സിന്റെ അതേ കൺസെപ്റ്റ് പിടിക്കണ്ട. ലൈക്ക് എന്റെ ഒരു ഐഡിയ പറയാം. അതിന്റെ ബെറ്റർ വേർഷൻ
അവിനാശിന് മനസ്സിൽ കാണാൻ പറ്റും. ആ ഈ ഗുഡ്നസ് എന്ന ടോപ്പിക് എടുത്ത് ചെയ്തിരിക്കുന്ന കുറെ ഏഷ്യാനെറ്റ്സ് ഉണ്ട്. ഓക്കെ. ആ, കണ്ട ഒരു ചെറിയ സിനിമ പോലെ ഇരിക്കും. ആ നമ്മൾ അതൊക്കെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പുള്ളി ഇങ്ങനെ ഓഫീസിൽ പോകുന്നതും ആ സമയത്ത് ഒരു അമ്മയെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതും ലാസ്റ്റ് ആ കുട്ടി സ്കൂളിൽ പോകുന്നത് പുള്ളി കാണുന്നതും അങ്ങനെ ഒരു വീഡിയോ അല്ലേ? എക്സാക്ട്ലി. ആ ഓക്കെ ഇതേപോലെ ഒരു ഐറ്റം, ഫൈൻ. ഒരു വളരെ ചെറിയ ഷോർട്ട് ഫിലിം പോലെ. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഒരു 2-3 minutes ഉള്ള ഒരു വെബ് ആഡ്. അതെ, ഓക്കെ. അതിൽ കൂടുതൽ ആളുകൾ സ്കിപ്പ് അടിക്കും. ആ യെസ്. അപ്പൊ എങ്ങനെയാ, നന്മയുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ കയ്യിലുണ്ടോ? അതേ ഉള്ളൂ. നന്മയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു കുറവുമില്ല. ഓക്കെ, വെരി ഗുഡ്. അനാഥരായ 2 കുട്ടികളെ വളർത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായാലോ? നല്ല നന്മയായിരിക്കും. കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. എന്നാ കാള പോലെ വളർന്ന 2 കുട്ടികളെ വളർത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായാലോ? ഈ പീഡനങ്ങളും കുത്തുവാക്കുകളും സഹിച്ചിട്ടും അനാഥാലയം വിട്ടുപോകാത്ത ഗതികെട്ട 2 കുട്ടികളുടെ കഥയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിലൂടെ നന്മ, അതിലൊരു നന്മയില്ല. എടാ ദുഷ്ട, ആ. എനിക്കൊരു സിനിമ കിട്ടിയ അന്ന് ആദ്യം നീ പറഞ്ഞോണ്ടിരിക്കുന്ന ഈ വാടകയുടെ കടായിരിക്കണം ഇത്. ഓഹോ, അപ്പൊ നിങ്ങളിവിടെ ഓസിനാണല്ലേ താമസിക്കുന്നത്? അപ്പൊ നമുക്ക് ടീം എടുക്കാം. ഞാനും മച്ചു അവി ഒരു ടീം. ആ അല്ല, അപ്പം ആരോ വിളിക്കണ്ടേ? വിളിക്ക്. ലക്കി, മീനു, വാ. Come on. സിമ്പിൾ സിമ്പിൾ. Easy. One word. മലയാളം. കിലുക്കം. ആദ്യത്തേതുകൊണ്ട് കുറച്ച് ഈസി ഉള്ളത് തന്നു. ഒട്ടും വിടവാറില്ലല്ലേ? അയ്യടാ. അടുത്ത. ഓക്കെ. നീ വാ. കാണിക്കളാ, പോയി കാണിക്ക്. ഓക്കെ. 2 വാക്ക്. 2. മലയാളം. മലയാളം. ആ, 1 വാക്ക്. വെയിറ്റ് വെയിറ്റ്. മഴവിൽ ഇവനെന്ത് നസീറ? കൂടാരം. മഴവിൽ കൂടാരം. മഴവിൽ കൂടാരം. അടുത്ത ആരാ? പൊളി പൊളി. മീനു, All the best. Yes, yes. മച്ചു പറഞ്ഞു. പറ, പറ, പോയി പറ. ആ, ഇയാളാണോ? ഇയാളെന്ത് പറയാ? ഓക്കെ. എന്താ എന്താ? ഭാഷ പറ. പറ പറ. മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. ഹിന്ദി. ഹലോ, എന്താണ് ഇത്? എന്നാ പിന്നെ സിനിമയുടെ പേരും കൂടി പറഞ്ഞു കൊടുക്ക്. അവൾക്ക് അറിയാണ്ട് പറഞ്ഞല്ലേ. എന്തറിയാണ്ട് പറഞ്ഞത്? ആ കളിയാണ്. അങ്ങനെ. നെഞ്ചോല നെഞ്ചോല. അത് എത്ര എത്ര ഇതുണ്ട്? വേർഡ്സ് ഉണ്ട്. ഒരു വേർഡ്. ആ കാണിക്ക്. കൈവേദന, കൈ. പ്രാർത്ഥന, കൈ. കഞ്ചാവ്. ഹാൻഡ് വെച്ചിട്ടോ? പൈസരാജ, പൈസരാജ. ആ എടാ നീ ഇങ്ങനെ കളിച്ച് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? കഞ്ചാവ് ഇന്ത്യൻ ആണ്. നിങ്ങളൊന്നും മിണ്ടാണ്ട് കളിക്ക്. അതായത് കുറെ സമയം. ആ ഇത് കുറെ സമയമായി. എടാ, എന്തെങ്കിലും ഒന്ന് പറ. വന്ന് മരിച്ച ഒരാൾ തോറ്റ എനിക്ക് വയ്യ, ആ എനിക്ക് കാണാം. കഴിഞ്ഞു. പോയിക്കോ പോയിക്കോ. ആ, തൊടില്ല, തൊടില്ല, തൊടില്ല. ഏതാണ് പടേതാണ് പടേതാണ്? പറ പറ പറ. ചങ്കർ. എന്താ ഞാൻ ഇത്രയും കാണിച്ചിട്ട് മനസ്സിലായില്ലേ? ബുദ്ധിയുണ്ട്. ഇന്ത്യയിലൊന്നും സാധനം സംഘർഷം മനസ്സിലായി. അയ്യേ നോക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ പറഞ്ഞു കാണിച്ചു. ഏത് നീ കാണിക്കുന്നത്? ഞാൻ വിശ്വസിക്കില്ല. അക്ഷയ് കുമാറിന്റെ പടാണ്. അയാളെ ഊളം പറഞ്ഞിരുന്നത് പലതരം അത് ഖിലാടി കണ്ടിട്ടില്ല. ഇതെന്താണ് പിന്നെ കാണ്. അയ്യേ. നോക്കാൻ പറ്റുമോ? കൊടുക്കണം. കൊടുക്ക്. നല്ലോണം കൊടുക്ക്. ഇതിന്റെ കാര്യം നിനക്ക് കിട്ടാൻ നമുക്ക് പോകുന്നു. സങ്കടം ഉണ്ടല്ലേ? പോട്ടെട്ടോ. കഴിഞ്ഞ് എത്ര നേരം അവന്റെ ചിരി തീർന്ന് തീർന്ന്. ആ പറ പറ. മലയാളം, തമിഴ്, ഹിന്ദി. തമിഴ് ഇപ്പൊ കിട്ടും. തമിഴ്. ആ ഓക്കെ. ഒരു കാര്യമില്ല. ഇത് കിട്ടി. മൈക്കിൾ മത ക്യാമറ. അത്രേ ഉള്ളൂ. തീർന്ന് കഴിഞ്ഞ്. എന്തിർത്തോ വൽവിയാണോ? 14-2. വേറെ വല്ല പണിക്കുമ്പോ നിങ്ങള് ജംഷറാജിന്റെ കിങ് ആണ്, വേൾഡ് ചാമ്പ്യൻ ആണ്.
ആർക്കൊക്കെ ലൈം ജ്യൂസ്? എനിക്ക് വേണം. നമുക്ക് രണ്ടാൾക്കും വേണം. ഇവർക്ക് ബൂസ്റ്റ് ആയിക്കോട്ടല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും ലൈം ജ്യൂസിന് എടുത്തോ. ക്ഷീണമുണ്ടോ? ക്ഷീണം മാറ്റാൻ ബൂസ്റ്റ് അല്ല. അവി കളി തോറ്റോണ്ട് പറയല്ല, അവനെന്തോ ചാത്തൻ സേവ ഉടായ്പ എന്തോണം. എടാ സാമേ, നിന്റെ ഫ്രണ്ടിന് ഇപ്പൊ പറഞ്ഞു കേട്ടോ. എന്റെ അത് ശരി. നിന്നെ കളിയിൽ തോൽപ്പിച്ചപ്പോ അയാൾ എന്റെ ഫ്രണ്ട് ആയല്ലേ? എടാ ഫോർമാലിറ്റി ഒക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ. നീ ഒരു പരിപാടിക്ക് വിളിച്ചോണ്ടെന്നല്ല ഇത്ര സമയം മാനായിട്ട് പരിപാടി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ആര് പരിപാടിക്ക് വിളിച്ചോണ്ട്? നീ ഒരാളെ വിളിച്ചോണ്ട് അതിട്ട് വന്നേ. ഞാൻ ഹലോ മച്ചു, നിന്റെ ഫ്രണ്ട് അല്ലേ? നിന്റെ പോലെ കയറി വന്ന് അവിടെ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നപ്പോ ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ. എനിക്ക് ആളെ പരിചയമൊന്നുമില്ല. ഒരു മിനിറ്റ് ഇവിടെ ശരിക്കും അയാളെ ആർക്കാ പരിചയം? അപ്പൊ ഇതിപ്പോ അടുക്കളയിൽ നിൽക്കുന്നത് ആരാ? അയ്യോ, അദൃശ്യ ശക്തി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ കാണാൻ പറ്റുന്നുണ്ടോ? പ്രേതൊന്നുമല്ല, ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയപ്പോ കള്ളനാണോ? എടാ രാവിലെ എന്നെ മാങ്ങറിഞ്ഞ് കൊല്ലാൻ നോക്കി. പ്രൊഫഷണൽ കില്ലറായിരിക്കും. ആള് എന്റെ ഫോൺ കിടന്നുറങ്ങിയത്. ഏ ചരിത്രം. ആരാണ് അയാൾ? ലൈം ജ്യൂസ് റെഡി. റിപ്പർ മച്ചു. ലൈം ജ്യൂസ്. റിപ്പർ മച്ചു. നിനക്ക് മാങ്ങ കയറണം, മാങ്ങ കഴിക്കണം അല്ലെ? ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാൽ പോലീസ് കളിച്ചാ മതി ട്ടാ. പോലീസിനെ വിളിക്കണ്ട. ഇയാളൊന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. അഴിച്ചുവിട്ടേക്ക്. ഞാൻ പറയണെന്നുള്ളത് കേക്ക്. മോഷ്ടിച്ചിട്ടില്ല ആർക്കറിയാം? നമ്മൾ ഉറങ്ങായിരുന്നില്ലേ? ഇയാള് രാത്രി വല്ല ഇവിടെ കടത്തിയിട്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇയാളും കൂടെ അതിനൊപ്പം പോകൂലേ? ഇയാളവിടെ നിൽക്കോ? നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാ? അതൊന്നും പറയാൻ പറ്റില്ല. രാത്രി ഒരു ദിവസം ഇയാളെയും കാണാണ്ടായി, കൂടെ എടുത്ത എല്ലാ സാധനങ്ങളെയും കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ സംശയിക്കില്ലേ? അതിന് പകരം രാത്രി ഇയാൾ സാധനങ്ങൾ മുഴുവൻ കടത്തിയിട്ട് തിരിച്ചിവിടെ ഒന്ന് കിടന്നാണെങ്കിലോ? അതെ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അടിക്കില്ല. ഇവരെ കൊണ്ട് സത്യം പറയുമ്പോൾ എന്തൊരു വഴി? ജമ്പി ഒരു എക്സ്റ്റൻഷൻ കിട്ടിയാൽ അതിന് വഴിയുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ലാണ്. മതി. ഹലോ, സത്യം പറഞ്ഞോളൂ. ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ചോദ്യം ഉണ്ടാവില്ല. ഇതിനു മുമ്പ് എപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ചേ? ഇങ്ങോട്ട് ചോദ്യം ഒന്നും വേണ്ട. സത്യം പറ, താനേ സംഘത്തിൽപ്പെട്ടതാ? സഹകരണ സംഘത്തിൽപ്പെട്ടല്ലേ? ഞാനൊരു പാവം ഹിപ്പിയാ. ഹിപ്പി ഹിപ്പി ഹിപ്പി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷം. ഇടയ്ക്കൊക്കെ പോകും. കൂടുതലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കാറ്. അല്ല, അപ്പൊ വീട്ടുകാരൊക്കെ? അവരൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്ത് ജീവിക്കും. അപ്പൊ ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയേ? ഇവിടെ അടുത്തൊരു അമ്പലത്തില് ഉത്സവത്തിന് വന്നതാ. തിരിച്ചു വരുന്ന വഴി ഇവിടെ ലൈറ്റും പാട്ടും കേട്ടു. എന്താ സംഭവം നോക്കുമ്പോഴാണ് DH വിളിച്ച് അകത്തേക്ക് കയറ്റുന്നത്. സ്നേഹത്തോടെ ഒരാൾ വിളിച്ചാ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാം. സ്നേഹം എന്ന് എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാ. വഴിയിൽ കിട്ടുന്നവരൊക്കെ സ്നേഹിക്കും, കുറെ സ്നേഹിക്കും, പിന്നെ സഞ്ചരിക്കും. അങ്ങനെ എന്തൊരു ലൈഫല്ലേ ചേട്ടാ. ചേട്ടനെ കുറിച്ച് ഞാനൊരു കഥ എഴുതിക്കോട്ടെ? എൻ്റെ വകയിലൊരു കസിനെ പറ്റി ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ.